രാഷ്ട്രീയ സംശുദ്ധി കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റേതെന്ന് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ്. സുലൈമാൻ സേട്ട് സെന്റർ കോഴിക്കോട് സിറ്റിപ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. കല്ലായി റോഡ് ഹോട്ടൽ വുഡീസിൽ നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു ആദരവ്. മന്ത്രിയായിരിക്കെ ചെയ്ത പ്രവർത്തനങ്ങളും ജനങ്ങളുമായി നടത്തിയ ഇടപെടലുകളും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെ ഉണ്ടായ അനുഭവങ്ങളും അതിഥികൾ പങ്കുവച്ചു. സുലൈമാൻ സേട്ട് സെന്റർ കോഴിക്കോട് സിറ്റി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സംശുദ്ധി കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റേതെന്ന് മേയർ പറഞ്ഞു. മന്ത്രിയായിരിക്കെ ജനങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ അദ്ദേഹം ആലോചിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് വന്ന എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിക്കാൻ മാത്രമുള്ള ആ ഒരു രാഷ്ട്രീയ സംശുദ്ധി അത് വളരെ പ്രധാനമാണ്. ആ സംശുദ്ധ രാഷ്ട്രീയ വിചാരമില്ലാത്തവർ രാഷ്ട്രീയത്തിൽ വരുന്നതിന്റെ ദുരന്തം നമ്മളൊക്കെ അനുഭവിക്കും. മെമന്റോ സമർപ്പണം മേയർ നിർവഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA പൊന്നാടി അണിയിച്ചു. കാസിം ഇരിക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. ആക്ടിംഗ് ഖാസി സഫീർ സഖാഫി, ബഷീർ പട്ടേൽ താഴം, പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ, പാലക്കണ്ടി അബ്ദുൽ ലത്തീഫ്, MV റംസി ഇസ്മായിൽ തുടങ്ങിയവരും സംസാരിച്ചു. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട നാൾവഴികൾ വിശദീകരിച്ചായിരുന്നു മുൻമന്ത്രിയുടെ മറുമൊഴി. തടസ്സങ്ങൾ അതിജീവിക്കാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായതിന് പ്രധാന കാരണമെന്ന് ദേവർകോവിൽ പറഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നം വെച്ചാൽ ഞങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞ വിസിൽ എന്ന് പറയുന്ന ഞങ്ങളെ കമ്പനിയാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ ദിവസവും വൈകിട്ട് ഓഫീസിൽ വന്നിട്ട് ഓരോരോ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം, എല്ലാ മാസവും ഒരു സിറ്റിംഗ് അവിടെ നടത്താം. 2 കമ്പനിയും വേണം, അദാനി കമ്പനിയും വേണം, നമ്മുടെ കമ്പനിയും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ വരെ എത്തും ചിലപ്പോൾ. പക്ഷേ ആയി വളരെ ഏറ്റവും പ്രശ്നമുള്ള ആളുകളെ മാറ്റാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മാറ്റി ഏതാണ്ട് ക്ലിയർ ആക്കിയെടുത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് ആദ്യ ഷിപ്പ് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിജയം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാട്ടുകളും നൃത്തരൂപങ്ങളും ചിത്രങ്ങളും ഫാൻസി ഡ്രസ്സും കിച്ചൺ ഓർക്കസ്ട്രയും മറ്റുമായി കുട്ടികൾ